രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച ജില്ലാതല അവലോകന യോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു. പത്തനംതിട്ടയിൽ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നത്. 2016 നിന്ന് 2025 എത്തിയപ്പോൾ വലിയ മാറ്റങ്ങളാണ് കേരളത്തിന്റെ വിവിധ മേഖലയിലുണ്ടായതെന്നും കേരളത്തിലെ 5ാമത്തെ രാജ്യാന്തര വിമാനത്താവളം പത്തനംതിട്ടയിൽ യാഥാർത്ഥ്യമാകുമെന്നും ജില്ലാതല അവലോകന യോഗം ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. 4 വിമാനത്താവളങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്. 5ാമത്തത് നിങ്ങളുടെ നാട്ടിലാണ് വരുന്നത്. ഇവിടുത്തെ വിമാനത്താവളവും മറ്റ് തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാം പറയുന്ന ലക്ഷ്യമിടുന്ന നവകേരളം അതൊരു സങ്കല്പമല്ല, അതാണ് നാം ആദ്യം കാണേണ്ടത്. വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നാണ്. പത്തനംതിട്ട ജില്ലയിലെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, പ്രവാസികൾ തുടങ്ങിയവരുമായി മുഖ്യമന്ത്രി സംവദിച്ചു. വ്യത്യസ്ത മേഖലകളിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കേണ്ട മാറ്റങ്ങൾ അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി. മന്ത്രിമാരായ വീണ ജോർജ്, KN ബാലഗോപാൽ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മളെ നയിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ 4ാം വാർഷികത്തിൽ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു പരിപാടിക്കാണ് അത് തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രദർശന വിപണന മേളയും അടുത്ത മാസം പത്തനംതിട്ട ജില്ലയിൽ സംഘടിപ്പിക്കും. മീഡിയ 1 പത്തനംതിട്ട.